ഉർവശിയും പാർവതി തിലോത്തമനും തമ്മിലുള്ള മത്സര അഭിനയമാണ് നമുക്ക് ഉള്ളൊഴുക്കുന്ന സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ആരാണ് ബെസ്റ്റ് എന്നുള്ളൊരു പോരാട്ടം. അത്രയും ഗംഭീരമായാണ് രണ്ടുപേരും അഞ്ജുവും ലീലാമ്മ എന്ന ക്യാരക്ടേഴ്സിനെ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ എത്ര പോരാടിയാലും ഉർവശി ലീലാമ്മ എന്ന ക്യാരക്ടറുടെ ഒരു പടിക്ക് മുകളിൽ തന്നെയായിരുന്നു. അത് ഇവർ ഒന്നിക്കുന്ന ഓരോ ഫ്രെയിംസ് ശ്രദ്ധിച്ചാൽ മതി. ഫേഷ്യൽ എക്സ്പ്രഷൻസിലാണെങ്കിലും ഇമോഷനിലാണെങ്കിലും ഉർവശി ഒരു സംഭവം തന്നെയായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, അത്രയും മനോഹരമാണ് ആ ക്യാരക്ടറിനെയും എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പാർവതി തീരെ മോശമല്ല, പാർവതി കട്ടൊക്കെ തന്നെ കൂടെ ഉണ്ടായി. ആൻഡ് ഇത്രയും ചെറിയൊരു ഗ്യാപ്പിൽ പാർവതിയുടെ ഈ സിനിമയിലുള്ള തിരിച്ചറിവ് അത് കമന്റബിൾ തന്നെയായിരുന്നു. ഇവരുടെ കൂടെ തന്നെ പാർവതിയുടെ ഭർത്താവ് അഭിനയിച്ച പ്രശാന്ത് മുരളി വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടായി. വളരെ ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് തന്നെയായിരുന്നു. അലൻസിയർ, ജയ കുറുപ്പ്, അർജുൻ രാധാകൃഷ്ണൻ എല്ലാവരും ഇവരെ നന്നായിട്ട് തന്നെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. സോ പെർഫോമൻസ് ആണ് സിനിമയുടെ ഒരു ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്. സെക്കൻഡ് ബെസ്റ്റ് പോസിറ്റീവ് ആണ് ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ്. അത് പീക്കാണ്. ഈ നാട്ടും പുറത്ത് നടക്കുന്ന ഒരു സംഭവത്തെ വളരെ ഇമോഷണൽ ആയിട്ടും ഇന്റൻസ് ആയിട്ടും കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങി വെറും 10 മിനിറ്റുള്ളിൽ നമുക്ക് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്കൊരു പ്രത്യേക ഫീൽ വരും. നമ്മൾ അവരെ മനസ്സിലാക്കി തുടങ്ങും. പിന്നെ നമ്മൾ ആ സിനിമയുടെ ഒരു ഭാഗമാവാണ്. ഈ 2 മണിക്കൂർ സിനിമ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ അത് ഈ അഞ്ജു ലീലാമ്മ ഈ 2 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തും അവരുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തും മാത്രമാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഈ 2 ക്യാരക്ടേഴ്സിനെ കൊണ്ട് നമ്മുടെ അകത്തൊരു ഡീപ്പ് ഇമോഷൻസ് ആണ് ഇൻജെക്ട് ചെയ്യണത്. കണ്ടു കഴിഞ്ഞ് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ഒരു സ്ക്രീൻ പ്ലേക്ക് ബെസ്റ്റ് സ്ക്രീൻ പ്ലേയുടെ അവാർഡ് കിട്ടിയത് ഇന്ത്യ സ്റ്റോറി ടെല്ലർ കോൺടെസ്റ്റിൽ. ഡയലോഗ്സ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈച്ച് ആൻഡ് എവറി ഡയലോഗ്സ് വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിരുന്നു. ഏതായാലും ഹാറ്റ്സ് ഓഫ് ദി റൈറ്റർ ഡയറക്ടർ ക്രിസ്റ്റോ ടോമി ഫോർ ദ വണ്ടർഫുൾ ഡയറക്ഷൻ ആൻഡ് റൈറ്റിംഗ്. സിനിമാറ്റോഗ്രഫി ബൈ ഷഹനാദ് ജലാൽ. കാണുന്ന എല്ലാ ഓഡിയൻസിനും കണക്ട് ആവണമെന്നില്ല, പക്ഷെ കണക്ട് ആവുകയാണെങ്കിൽ, ഡീപ്പ് ഇമോഷൻസ് തോന്നുവാണെങ്കിൽ അത് ഈ വ്യക്തിയുടെ വർക്ക് കൊണ്ടായിരിക്കും. അത്രയും പിച്ച് പെർഫെക്റ്റ് ഫ്രെയിംസ് ആൻഡ് ക്യാമറ വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ സ്മൂത്ത്ലി ഈ 2 സ്ത്രീകളുടെ ലോകത്തോട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാർട്ട് വാമിങ്ങും ആണ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹാർഡ് ഹിറ്റിംഗും ആണ്. മ്യൂസിക് ബൈ സുഷിൻ ശ്യാം. സുഷിന്റെ ഏത് സിനിമകൾ നോക്കിയാലും ആ എല്ലാ സിനിമയിലും സുഷിന് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ സംഭവം അല്ലെങ്കിൽ ഒരു മാർക്ക് വെച്ചിട്ടാണ് പോണത്. പക്ഷെ ഈ ഒരു സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് ചേർന്ന അല്ലെങ്കിൽ ഈ ഒരു കഥയ്ക്ക് ചേർന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സുഷിന്റെ മ്യൂസിക് പീക്കിൽ എത്തുന്നത് ഇതിന്റെ ക്ലൈമാക്സിലെ മൊമെന്റ്സിലാണ്. എഡിറ്റിംഗ് ബൈ കിരൺ ദാസ്. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എഡിറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നോട്ടബിൾ തന്നെയായിരുന്നു. മേക്കപ്പ്, കളറിംഗ് എല്ലാം വളരെ നന്നായിരുന്നു. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നോട്ട് ചെയ്യേണ്ട സംഭവം, ഇതൊരു ഫുൾ ഓൺ കരച്ചൽ സീരീസ് പടമാണ്. ആദ്യം മുതൽ അവസാനം വരെ കരച്ചൽ മാത്രം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വേണം കയറാൻ. യൂത്തിന് എൻജോയ് ചെയ്യാനോ കൈയടിക്കാനോ ഒന്നും തന്നെ സിനിമയില്ല. പക്ക ഡ്രാമയാണ്. പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഇതൊരു ശോകം പടമാണ്, ബോറാണ്, ലാഗാണ് എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യരുത്. പിന്നെ ആകെ നെഗറ്റീവായിട്ട് തോന്നിയത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്ത് ആയിരുന്നു, അത് കുറച്ച് കുറയ്ക്കായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് പട്ടാന്ന് തീർന്നു. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് ഇന്റൻസ് ഇമോഷണൽ ഫാമിലി ഡ്രാമ. തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ചോദിച്ചാൽ അത് അറിയില്ല, അത് ഓരോ ആൾക്കാർ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. പക്ഷെ എന്തൊക്കെയാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിലെ സ്റ്റോറി ടെല്ലിങ്ങും ഇതിന്റെ പെർഫോമൻസും ആണ്.